ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 9 വയസ്സായ കുട്ടിക്കുള്ള ഡ്രസ്സായിരുന്നു. ഡ്രസ്സൊക്കെ നമ്മൾ കസ്റ്റമറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടാട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ക്രാബ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുത്തോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനാട്ടോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി രാത്രി ആയപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിതാ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ക്രാബ് 3 ഐറ്റം ക്രാബ് ഉണ്ട്, പിന്നെ ഫ്ലവർ, ഒരു കൈച്ചേനും പിന്നെ ഒരു കീ ചെയിനും ആട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ മുട്ടായിയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൂരാട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോവാമെന്ന് വിചാരിച്ചു. നമുക്കിന്നൊരു സൽക്കാരം കൂടി ഉണ്ട് കേട്ടോ. സൽക്കാരം വരുന്നത് നിലമ്പൂരാണ്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാട്ടോ ഗിഫ്റ്റിൻ്റെ. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടീനെ അങ്ങനെ പ്രാങ്ക് ആക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ധാരാളം തന്നേന്ന് ചോദിച്ചാൽ മാത്രം മതി എന്നാട്ടോ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അനെ കെട്ടിച്ചോ? അപ്പോ കെട്ടിക്കാനായിക്കണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരായിരിക്കും തരാൻ ചാൻസ്? പറയാ അല്ലാതെ വേറെ ആരെനിക്ക് തരുവാ? കേട്ടോ. അവരോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഹാപ്പി അല്ലേ? നോക്കിക്കോ. ഇഷ്ടപ്പെട്ടോ? വിളിച്ചോ. ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മേമാൻ്റെ മരുമോളും മേമാൻ്റെ മോനും ഞങ്ങളെല്ലാവരും കൂടി സൽക്കാരത്തിന് പോവാട്ടോ. ഇന്ന് വേറൊരു മേമാൻ്റെ മോളെ വീട്ടിലായിരുന്നു സൽക്കാരം വന്നിട്ട്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ എല്ലാത്തിനും വീഡിയോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഫുഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ പറഞ്ഞാൽ അളിയാക്ക കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇവരെ ഓരോ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേലാറ്റൂരുള്ള ജാംജൂമിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.